ന്യൂബോൺസിൻ്റെ ഒരു ഹണികോം സ്മോക്കിംഗ് ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഹണികോം സ്മോക്കിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ്. ആവശ്യമുള്ള സാധനങ്ങൾ ഗ്രാഫ് പേപ്പർ, ഒരു കളർ ക്ലോത്ത്, ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു സ്മോൾ പീസ് എടുത്തതാണ്. പിന്നെ ആങ്കറിൻ്റെ കളർ ത്രെഡ്, ബീഡ്സ്, പെൻസില്, നീഡിൽ, അത് നൂല് കോക്കുന്ന സാധനം, കത്രി. സ്മോക്കിംഗ് ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് ഇടാൻ ഞാൻ ഈ പ്ലീറ്റിംഗ് മെഷീനാണ് ഉപയോഗിക്കാറ്. ഇതിവിടെ ക്ലോത്ത് വെച്ച് കൊടുത്ത് ഇതിലെ നീഡിൽ കോർത്തിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്തതുപോലെ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കിട്ടും. ഇതേപോലെ ഓരോരോ ഡോട്ട്സിൻ്റെ ഉള്ളിട്ട് ഒന്ന് കുത്തി ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഓരോരോ ഡോട്ട്സിൻ്റെയും ഇനി ഇത് വലിച്ചിട്ട് ഇതേപോലെ ടക്കിട്ട് വെക്കുക. ഇനി ഇതിൻ്റെ മേലെയാണ് ഹണികോം ചെയ്യേണ്ടത്. ഇത് മുഴുവൻ അടിച്ച് ഇത് വേണമെങ്കിൽ ഇടാം. ഇങ്ങനെ ഇതേപോലെ ചെയ്ത് വെക്കുക. ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇവിടുന്ന് എടുത്ത് ഈ സെക്കൻഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് എടുത്തേക്ക്. എന്നിട്ട് ഒന്നും കൂടി അത് ലോക്കാവണം. ഇനി ബീഡ്സ്, ഈ ബീഡ്സ് ഇതിലൂടെ കോർക്കുക. ബീഡ്സ് കോർത്ത് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ താഴോട്ടേക്ക് വരണം. ഇവിടെ തന്നെ കുത്തിയിട്ട് അതിന് സെക്കൻഡ് ലൈൻ ഉണ്ടല്ലോ, സെക്കൻഡ് ലൈന് ഇതിലേക്ക് വരും, ഇവിടെ വരിക. അധികം ടൈറ്റായിട്ട് വലിക്കാൻ പാടില്ല. ബീഡ്സ് അവിടെ നിന്ന് ഇനി വേണ്ടത് ഈ തേർഡ് പ്ലീറ്റ്സിന്, അതിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. തേർഡ് പ്ലീറ്റ്സിന് കുറച്ച് ചെറുതായിട്ട് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ എടുത്ത ഇതിലേക്ക് വീണ്ടും ലോക്കായി. ഇനി ബീഡ്സ് ഇനി ഇവിടുന്ന് മുകളിലേക്ക് താഴത്തേക്ക് കുത്തി ഇനി ഇവിടെയുള്ളത് ഇതിൽ തമ്മിൽ
ഇവിടുന്ന് അടിയിലേക്ക് കുത്തിയിട്ട് ഫസ്റ്റ് റോ കംപ്ലീറ്റായി. ഇനി ഇവിടുന്ന് താഴത്തേക്ക് കുത്തി ഈ ലൈന് വിട്ടിട്ട് ഇവിടത്തേക്ക് വന്നു. അധികം ടൈറ്റായിട്ട് വലിക്കണ്ട. ഇനി ഇത് തമ്മിൽ കുത്ത്. ബീഡ്സ് ഇനി ഇവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴത്തേക്ക് കുത്തിയിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് വരിക. ഈ സൈഡിൽ ഇത് സെക്കൻഡ് റോ ആണിത്. ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് വീഡിയോ ലോങ് ആയിപ്പോവും. അതുകൊണ്ട് പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ചെയ്യേണ്ട അളവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. മെഷർമെൻ്റ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിങ്ങനെ എത്ര റോ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇതേപോലെ തന്നെ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറന്നു പോകരുത്. ഇനി ഇവിടുന്ന് താഴത്തേക്ക് വന്ന് ഇത് ഇതാക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാൻ. ഇത് സ്റ്റിച്ച് ചെയ്ത് അതിൽ പാസ് ചെയ്ത നൂലെല്ലാം എടുത്ത് കളഞ്ഞ് ഇതേപോലെയാണ് ഉണ്ടാവുക. നിങ്ങൾ എത്ര വീതിയിലാണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്താൽ. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാനൊരു പേപ്പറിൽ അതിൻ്റെ ഇത് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾ ഡോട്ട്സ് ഇട്ട് എല്ലാ ലൈനും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും ഡോട്ട്സ് ഇട്ട്, അപ്പോൾ ആ ഡോട്ട്സ് ഇട്ട ഫസ്റ്റ് ഒന്ന് നിങ്ങൾ ഇടത്തേക്ക് ചെയ്ത് ഇത് രണ്ടും ജോയിൻ ചെയ്ത് അതിൻ്റെ ശേഷം ഇവിടെയാണ് താഴത്തേക്കാണ് വരേണ്ടത്. ഞാൻ ഏറോ മാർക്കിട്ട് വെക്കുന്നുണ്ട്. താഴത്തേക്ക് വന്ന് എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്ത് എന്നിട്ട് മുകളിലേക്ക് ഉള്ളിലൂടെ മുകളിലേക്ക് പോയി ഇത് രണ്ടും ജോയിൻ ചെയ്ത് ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ താഴോട്ട് വന്ന് ഇത് രണ്ടും ജോയിൻ ചെയ്ത് മുകളിൽ പോയി ജോയിൻ ചെയ്ത് താഴത്തേക്ക് വന്ന് ജോയിൻ ചെയ്ത് മുകളിലേക്ക് പോയി ജോയിൻ ചെയ്ത് അതിൻ്റെ ശേഷം മുകളിലേക്ക് പോയി ഇതും ജോയിൻ ചെയ്ത് അതിന് ശേഷം ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഡോട്ട്സ് നിങ്ങൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന്
ഇത് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ റോയിലേക്ക് വരണം. ഇതൊരു റോ ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടാമത്തെ റോ, ഇത് തേർഡ്. ഈ സെക്കൻഡ് റോയിലേക്ക് വന്നിട്ട് അവിടുന്ന് ഇതും കൂടിയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഏറോ മാർക്ക് ഇടാം. നിങ്ങൾക്ക് എപ്പോൾ സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. ഇത് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്ത് ഇതേപോലെ ഇവിടെ താഴത്തേക്കുള്ളിലൂടെ താഴത്തേക്ക് വന്ന് ഇത് രണ്ടും ജോയിൻ ചെയ്ത് താഴത്തേക്ക് വന്ന് ഇത് രണ്ടും ജോയിൻ ചെയ്ത് മുകളിൽ പോയി ഇത് രണ്ടും ജോയിൻ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ താഴത്തേക്ക് വന്ന് ജോയിൻ ചെയ്ത് മുകളിലേക്ക് പോയി ജോയിൻ ചെയ്ത് താഴത്തേക്ക് വന്ന് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് പിന്നെ മുകളിലേക്ക് പോയി അതൊന്നും കൂടി മറന്നു പോകുന്നതിന് വെക്കാം. ജോയിൻ ചെയ്ത് ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇനി നേരെ വരേണ്ടത് ഈ ഡോട്ട്സിനെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ താഴത്തേക്ക്. എത്ര റോ ഉണ്ടെങ്കിലും ഇങ്ങനെയാണ്, ഈ മെത്തേഡിലാണ് വരേണ്ടത്. ഇവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇവിടത്തേക്ക് വന്ന് പിന്നെ ഇത് ജോയിൻ ചെയ്യാൻ പാടില്ല, ഇവിടെ പാടില്ല. ഇത് നേരെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇത് താഴത്തേക്ക് വന്ന് ഇത് തമ്മിൽ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വന്ന് ഇടാം. ഇനി ഇവിടുന്ന് താഴത്തേക്ക് നിങ്ങൾക്ക് വേറെയും ഡോട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഡോട്ട്സിനെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ അടിയിലേക്ക് വരും. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എൻ്റെ എല്ലാ വീഡിയോ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കാണണമെന്ന്. ഇനി അടുത്ത വീഡിയോയിൽ പിന്നെ ഇത് ഒരു ന്യൂ ബോൺ ബേബീൻ്റെ പിന്നെ സ്മോക്കിംഗ് ഫ്രോക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം.